സർ, ഇന്നത്തെ വിഷയം ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഇപ്പോൾ ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള എംപുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൽ മോഹൻലാലും മറ്റ് അണിയറ അംഗങ്ങൾക്കൊന്നും തന്നെ ഇതിന്റെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. അത് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തെ പോലൊരാൾ അത് അത്രത്തോളം തിരക്കഥയും മറ്റും അന്വേഷിക്കാതെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ആഹ് ഒരു നല്ല ക്യാപ്സ്യൂളായിട്ട് തോന്നുന്നില്ല. എന്തായാലും പറഞ്ഞു വന്നത് ഗുജറാത്ത് കലാപമാണ്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം ഗോദ്ര കലാപമാണ്. ഈ ഗോദ്രയെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് മനഃപൂർവ്വമായി ഗുജറാത്ത് കലാപം മാത്രം പറയപ്പെടുന്നത്? അതൊരു പ്രൊപ്പഗാൻഡ അല്ലേ? ഈ സിനിമയ്ക്ക് പിന്നിൽ ഒഴുകിയിരിക്കുന്ന ഫണ്ടിലും നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റും? തീർച്ചയായിട്ടും ഈ സിനിമ പഠിക്കപ്പെടേണ്ട ഒന്നാണ്. സിനിമ കാണേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നില്ല. സിനിമ പഠിക്കേണ്ട ഒന്നാണ്. രാജ്യവിരുദ്ധമായ പരാമർശങ്ങൾ, 100% അസത്യ പ്രചരണങ്ങൾ ഒരു മാധ്യമങ്ങളിലൂടെ നടത്താമോ? അത് കലയുടെയോ സിനിമയുടെയോ സാഹിത്യത്തിന്റെയോ എന്ത് പേരിലാണെങ്കിലും അതിനൊക്കെ ഇവിടെ മറുവാദമുണ്ട്. ഇത് വെറും സിനിമയല്ലേ, ഇത് കലയല്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറയാം. എന്നാൽ എല്ലാ കാര്യത്തിലും ഇതൊന്നും കാണുന്നില്ലല്ലോ. ഭാരതീയവും ദേശീയവുമായ അല്ലെങ്കിൽ ഹൈന്ദവമായ ഏതെങ്കിലും ഒരു കാര്യം സിനിമയിൽ വരുമ്പോൾ അതിനെതിരെ ഇവിടെ വലിയ പ്രതിരോധം തീർക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സിനിമയുടെ പ്രദർശനം നിഷേധിക്കുന്നുണ്ടല്ലോ, തിയേറ്ററുകൾ കൊടുക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ, എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വിധത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്നു. പക്ഷേ ഭാരതത്തിനെതിരായി ഇവിടെ നടന്ന സംഭവങ്ങളെ വക്രീകരിച്ച് വികലമാക്കി അസത്യപ്രചരണം നടത്തുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെ അത് കണക്കിലെടുക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ പറയുന്ന അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഇതൊരു പാർട്ടിയുടെ അഭിപ്രായമായി തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ ഒരു പാനലിസ്റ്റ് ആയതുകൊണ്ട്. പക്ഷെ വ്യക്തിപരമായി ഞാൻ പറയുന്നു, ഇത് ഭീകര പ്രവർത്തനം തന്നെയാണ്. അതായത് ഭീകര പ്രവർത്തനം എന്ന് പറയുമ്പോൾ ബോംബ് സ്ഫോടനങ്ങൾ, വെടിവയ്പ്പുകൾ, ട്രെയിൻ അട്ടിമറികൾ, വിമാനം റാഞ്ചി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കുക, ഇതൊക്കെയാണ് ഭീകര പ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നത്. അതൊക്കെ പഴയ കാല ഭീകര പ്രവർത്തനമാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ വ്യാജ വീഡിയോ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, സാമ്പത്തിക അസമത്വം ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ഇന്ന് ആധുനിക യുദ്ധതന്ത്രങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആധുനിക യുദ്ധതന്ത്രം തന്നെയാണ് ചരിത്രത്തെ വികലമാക്കി വഴിതിരിച്ചു വിട്ട് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കകൾ ഉണ്ടാക്കുകയും കലാപത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്ന ഇത്തരം സിനിമകൾ. അതുകൊണ്ട് ഇത്തരം സിനിമകൾ തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ടും രാജ്യവിരുദ്ധമായ ബൗദ്ധിക ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് കടത്തിവിടാൻ വേണ്ടിയും ബോധപൂർവം നടത്തപ്പെടുന്ന ഗൂഢാലോചനയാണ്. ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നടീനടന്മാർ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അവർ വീണ്ടും രാജ്യത്തോട് ചെയ്യുന്ന മഹാ അപരാധം എന്ന് തന്നെ പറയാൻ പറ്റൂ. കാരണം ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് കുട്ടിയുണ്ടായി എന്ന് പറയുന്ന പോലെയൊക്കെ ഉള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും ദുരാരോപണം തന്നെയാണ്. അത് സത്യം മൂടിവെക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ഈ പറഞ്ഞ ഇതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ വെള്ളപൂശാൻ വേണ്ടി തന്നെയാണ്. സത്യം എന്താണ് എന്നറിയാതെ, താൻ അഭിനയിക്കുന്ന സിനിമയുടെ കഥ ഏതാണ് എന്നറിയാതെ അതിൽ അഭിനയിക്കുന്നത് തെറ്റാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയാറുണ്ട്. പക്ഷെ കഥയറിയാതെ ആടുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഥയറിയാതെ ആട്ടം കാണാൻ പോകുന്നവർക്ക് വിവരം ഇല്ലെങ്കിൽ കഥ അറിയില്ല. പക്ഷെ ആടുന്നവർക്ക് കഥ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ്. ഗോത്ര കലാപത്തെ കുറിച്ച് ഒന്ന് പറയാം. ഗോത്ര കലാപം നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ നേരിട്ട് കാണാവുന്ന ഒരു വസ്തുതയാണ്. അയോധ്യയിലെ കർസേവയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന കർസേവകരെ ഗോത്ര എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഒരു സ്ഥലത്ത് വെച്ച് ചങ്ങല വലിച്ച് നിർത്തുകയും അങ്ങനെ ചങ്ങല വലിച്ച് നിർത്തപ്പെട്ട ആ ട്രെയിനിലെ S6 എന്ന് പറയുന്ന ഒരു ബോഗിയിൽ ഉള്ള ആൾക്കാരെ മാത്രം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്ത് കത്തിക്കുക, മണ്ണെണ്ണയും പെട്രോൾ ബോംബുകളും ഉപയോഗിച്ച്
തീ കൊളുത്തി കത്തിക്ക്, അങ്ങനെ ആണ് ആ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ശിക്ഷിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ സുവ്യക്തമായി കോടതി രേഖകളിൽ പോലുമുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്, മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ്. പക്ഷെ അത് പുറകിലാണ്, കാലഘട്ടത്തിന് പുറകിലായി പോയത് കൊണ്ട് അതിനെ വെള്ളപൂശാനും അതല്ല സത്യമെന്ന് തിരിച്ച് കാണിക്കാനും വേണ്ടി ഉള്ള ശ്രമം തീർച്ചയായിട്ടും നമ്മുടെ ദേശീയതയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം തന്നെയാണ്. അപ്പൊ ഗോത്ര സംഭവം എന്താണ് എന്ന് ഇപ്പോഴും ആർക്കും സ്വന്തം കയ്യിലിരിക്കുന്ന മൊബൈലില് ഒന്ന് ഗൂഗിൾ ചെയ്താൽ വളരെ വിശദമായ റിപ്പോർട്ട് മലയാള ഭാഷയിൽ തന്നെ കിട്ടും. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഏതായാലും ഈ ഒരു ചിത്രം പുറത്തു വന്നതോടെ ഗോത്ര സംഭവം എന്താണ് എന്ന് ഗൂഗിളിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടി, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവരുടെ എണ്ണം കൂടി. അതുകൊണ്ട് ഇത്തരം സിനിമകൾക്ക് ചില ഗുണവശങ്ങളുണ്ട്. തമസ്കരിക്കപ്പെട്ടു പോയ, വിസ്മരിക്കപ്പെട്ടു പോയ ഗോത്ര സംഭവത്തെ ചികഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവന്ന് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിന് അവസരമുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അത് മാത്രമല്ല, കേരളം പോലെ ഒരു സ്ഥലത്ത് ഈ സിനിമയ്ക്കെതിരെ ജനകീയമായ പ്രതിരോധം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ തിയേറ്ററുകൾ ആക്രമിച്ചില്ല, ഇവിടെ പോസ്റ്റർ വലിച്ചു കീറിയില്ല, ഇവിടെ ആരെയും ശാരീരികമായിട്ട് ആക്രമിച്ചില്ല, പ്രകടനങ്ങൾ നടന്നില്ല. പക്ഷേ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ കൂട്ടമായി ക്യാൻസൽ ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ഈ കള്ളപ്രചരണത്തിനെതിരെ സത്യം പ്രചരിപ്പിച്ചുകൊണ്ട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നു. ഇത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഗോത്ര സംഭവത്തിന്റെ സത്യാവസ്ഥ കൃത്യമായും ജനങ്ങൾ അവരുടെ ഗൂഗിളിൽ കൂടി കണ്ടെത്താൻ ഇത് ഇടയാക്കി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോഴും ഏറ്റവും കൂടുതൽ എന്താ പറയാ കൊല്ലപ്പെട്ടത് അതുപോലും ഹിന്ദുക്കളാണ്. പക്ഷെ അതൊന്നും പറയാതെ ഒരു വിഭാഗത്തിൻ്റെതായ മാത്രം ഒരു വിഭാഗത്തിനെ അടിച്ചമർത്താൻ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ പറയുകയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് എന്താണ് പറയാൻ? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ മതിയല്ലോ. പിന്നെ എന്തിനാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത്? ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ പോരായിരുന്നോ? അപ്പോൾ കൈവെട്ടിയ ജോസഫ് മാഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട മാനേജ്മെന്റും അദ്ദേഹത്തിന്റെ ഭാര്യയെ ആത്മഹത്യയിലേക്ക് നയിച്ച സമൂഹവും അദ്ദേഹത്തിന് നീതി കിട്ടാതെ അലഞ്ഞ വർഷങ്ങളും ഒക്കെ തന്നെ ഈ ചോദ്യകർത്താക്കൾ മറുപടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ആക്രമിക്കപ്പെടുന്നത് ആര് എന്ന് നോക്കി മാത്രം സാമൂഹ്യ നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ഭാരതത്തിന്റെ പതിവ് മാറ്റപ്പെടേണ്ടതാണ്. ഏതായാലും അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് വഴിമരുന്നിടുക തന്നെ ചെയ്യും ഈ ചർച്ചയും ഈ സിനിമയും. മറ്റെന്തെങ്കിലും ഒരു, അതായത് ഇപ്പൊ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹം സംവിധായകനും കൂടി ആവുകയാണ്. അപ്പൊ അദ്ദേഹം ഒളിച്ചു കടത്തി എന്നാണ് പറയുന്നത്. ഈ ഒളിച്ചു കടത്തൽ ചില പ്രൊപ്പഗാൻഡ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമായിരിക്കും പലരിൽ നിന്നും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അതായത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സിനിമ നിർമ്മിച്ച് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കുന്നതും അത് ചില ഇസ്ലാമിക ശക്തികളുടെ പ്രേരണയാൽ തന്നെയാണെന്ന് പറയാൻ പറ്റും. വാര്യം കുന്തന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഇതേ പൃഥ്വിരാജ് പണ്ട് ഒരു ഒരുക്കം നടത്തി. അപ്പോൾ അനുഭവമില്ലാത്ത ആളല്ല പൃഥ്വിരാജ്, അനുഭവമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ സിനിമാ മേഖലയെ ഇസ്ലാമിക ഭീകരവാദികൾ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക ഭീകരവാദികളാണ് ഇന്ന് കേരള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് പൃഥ്വിരാജിന് കഞ്ഞി കുടിക്കണമെങ്കിൽ, മോഹൻലാലിന് കഞ്ഞി കുടിക്കണമെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ മൂട് താങ്ങേണ്ട ഗതികേട് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവരെ പോലെയുള്ള ജനസമ്മതിയുള്ള ജനപ്രിയരായിട്ടുള്ള അഭിനേതാക്കൾ ഭീകരവാദികളുടെ മൂട് താങ്ങുന്ന ഈ നാണം കെട്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. അതായത് സിനിമാ മേഖലയെ ഭീകരവാദികൾ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് മാത്രമല്ല, കേരളത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവിടെയൊക്കെ തന്നെ മതവൽക്കരണം, ഇസ്ലാമിക ഭീകരവൽക്കരണം വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അവിടെയൊക്കെ ജനപ്രിയ നായകരായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള നടീനടന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതിലൊക്കെ അഭിനയിച്ചാൽ എത്ര കോടികൾ കിട്ടുമെന്ന് പറഞ്ഞാലും സ്വന്തം രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒറ്റുകൊടുത്തുകൊണ്ട് കോടാനുകോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന ഈ സൂപ്പർ സ്റ്റാറുകളെ
നമ്മൾ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഇന്നത്തെ ചിന്ത. അതുകൊണ്ട് സത്യത്തിൽ പൃഥ്വിരാജിനും മോഹൻലാലിനും അടക്കം ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഇടിവും ഇനി അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഇടിവും അവരെ തന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ എമ്പുരാനിൽ അഭിനയിക്കുമ്പോഴും അതുപോലെ വാര്യംകുന്നൽ അഭിനയിക്കുമ്പോഴും കിട്ടുന്ന കോടികളെക്കാൾ കൂടുതൽ കോടികൾ ഈ വിഡ്ഢിയാന്മാർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇവർക്കൊക്കെ വെളിച്ചം വീഴാൻ പോകുന്നത്. എന്നിട്ടും വെളിച്ചം വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവരും ഭീകരഭാരതത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ.